നമസ്കാരം, സ്നേക്ക് മാസ്റ്റർ പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. എന്തായാലും സ്നേക്ക് മാസ്റ്റർ ടീമിൻ്റെ വ്യത്യസ്തമായ അനുഭവങ്ങൾ തേടിയുള്ള യാത്ര, ഇന്നത്തെ ആദ്യത്തെ യാത്ര എത്തി നിൽക്കുന്നത് തിരുവനന്തപുരം ജില്ലയിൽ പെരുങ്കുഴി എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു പ്രിയപ്പെട്ട സുഹൃത്തിൻ്റെ വീട്ടിൻ്റെ പുറകിൽ കോഴിയൊക്കെ പോകാതിരിക്കാൻ വേണ്ടി വല വിരിച്ചിരിക്കുന്ന വലയിൽ ഒരു അതിഥി കുടുങ്ങി കിടക്കുന്നു എന്നും പറഞ്ഞ് വിളിക്കുകയുണ്ട്. അപ്പം തന്നെ അവരെൻ്റെ വാട്സാപ്പ് നമ്പർ വെച്ച് ഫോട്ടോ അയച്ചിട്ടുണ്ടായിരുന്നു. നല്ല കറുത്ത ഒരു അതിഥി എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഫോട്ടോയിൽ കറുപ്പൊന്നും കാണുന്നില്ല, റെയിൽവേ പാളത്തിൻ്റെ അടുത്താണ്, ട്രെയിനിൻ്റെ സൗണ്ട് അതാണ്. അപ്പോൾ നമ്മൾ നല്ല കറുപ്പൊന്നും കാണുന്നില്ല. അപ്പോൾ നമ്മൾ സമയം കളഞ്ഞു, ആ വീട്ടിൻ്റെ മുറ്റത്താണ് നിൽക്കുന്നത്. നമ്മൾ വിളിച്ച അദ്ദേഹത്തെയും അദ്ദേഹത്തിൻ്റെ വീട്ടിലുള്ളവരൊക്കെ നമുക്കൊന്ന് പരിചയപ്പെടാം. അതിനുശേഷം നമ്മൾ അതിഥി എവിടെയാണെന്ന് നോക്കാം. ഇവിടെ വേറെ ആൾക്കാരുണ്ടല്ലേ ഇവിടെ? നമസ്കാരം. ഇത് എവിടെയെന്ന് പറഞ്ഞാൽ? ഓ, അവിടെയാ. കോഴിയുണ്ടല്ലേ? കോഴിയും താറാവുണ്ടല്ലേ? ആ ഇതല്ലേ? ഒയ്യോ, നല്ല കുരുങ്ങിയല്ലോ, നല്ല കുരുങ്ങിയല്ലോ. ഇതിൻ്റെ പുറത്ത് പറമ്പാണോ? നല്ല കുരുങ്ങിയിട്ടുണ്ട് കേട്ടോ, നല്ല കുരുങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്, അല്ലെങ്കിൽ അദ്ദേഹം പോയനെ. നല്ല കുരുങ്ങിയിട്ടാണ്, പക്ഷെ വേറെ കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഏറി പോകുന്നതുകൊണ്ട് വേറെ അപകടമൊന്നും പറ്റാൻ സാധ്യതയില്ല. എന്നാലും നല്ല ഇവിടെ ചെറിയ നീരുണ്ട് കണ്ടോ. അപകടമായിട്ടില്ല, കാരണം വലയെ കുരുങ്ങി നമുക്ക് കിട്ടുന്നതുകൊണ്ട് ഒരുപാട് അനുഭവങ്ങൾ നമുക്കുണ്ട് വലയിൽ. അപ്പോൾ ഇത് എന്തായാലും അപ്പോൾ നമ്മൾ കണ്ടു ഒരു ചെറിയ അത് അത്ര വലുതൊന്നുമല്ല കേട്ടോ, ഫീമെയിലാണ്, പെണ്ണതിയാണ്. ഈ വർഷം പെണ്ണെന്ന് പറയുമ്പോൾ എവരിയായിരിക്കും ഇനി ഇവിടെ മുട്ടയിട്ടിട്ടുണ്ടോ? നല്ല ഈ വർഷം, കഴിഞ്ഞ വർഷം മുട്ട ഇട്ടിട്ടില്ല. കഴിഞ്ഞ വർഷം കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ വർഷം മുട്ടയിട്ട് അതില്ല, എങ്കിൽ ശരീരം ഇത്രയ്ക്ക് ആരോഗ്യത്തോടെ ഇരിക്കത്തില്ല. കാരണം അറിയാലോ, കഴിഞ്ഞ വർഷം എന്ന് പറയുമ്പോൾ നമുക്കിപ്പോൾ മുട്ട വിരിഞ്ഞിട്ട് 3 മാസമേ ആയിട്ടുള്ളൂ. അപ്പോൾ നവംബർ ഡിസംബർ മാറ്റിംഗ്, ഡിസംബർ ജനുവരി ഫെബ്രുവരി മുട്ട, ഫെബ്രുവരി മാർച്ച് ഏപ്രിലൊക്കെ മുട്ട വിരിയുന്ന സമയമാണ്. അപ്പോൾ ഇപ്പോൾ എന്തായാലും ഈ വർഷം മുട്ടയിട്ട് അതിഥിയല്ല, വന്ന് അകപ്പെട്ട് പോയതാണ്. അപ്പോൾ നമ്മൾ സമയം കളയുന്നില്ല, നമ്മളൊരുപാട് അതികളെ വലയെ കുരുങ്ങി അതിൽ നമ്മൾ രക്ഷിച്ചിട്ടുള്ളതാണ്. ഇതിനിടയ്ക്ക് നമുക്ക് ഒരുപാട് അവിടെ ചെല്ലുമ്പോൾ തന്നെ ചിലപ്പോൾ മരിച്ചു കിട്ടുന്ന ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കാരണം അറിയാമല്ലോ, നമുക്ക് കുരുങ്ങിപ്പോയാൽ പിന്നെ വേറെ ഓപ്ഷൻ ഇല്ല. വലയെ കുരുങ്ങിയാൽ പിന്നെ അതിൽ കിടന്ന് മരിക്കുന്ന ഒരവസ്ഥയിലാണ് കാണുന്നത് എല്ലായിടത്തും. നമുക്കിവിടെ ധാരാളം കോഴിയുണ്ട്, താറാവുണ്ട്, നമുക്ക് കാണാം. പിന്നെ അതിലുപരി ഇനിയിപ്പോൾ ഇത് കാണുന്നവരായിരിക്കും താറാവും കോഴിയൊക്കെ വളർത്തിക്കഴിഞ്ഞാൽ അവിടെ പാമ്പ് വരുന്നു. ഒരു ബന്ധവുമില്ല. താറാവിൻ്റെ ജോലി ചെയ്യുന്നു, കോഴിയുടെ ജോലി ചെയ്യുന്നു, പാമ്പിൻ്റെ ജോലി ചെയ്യുന്നു. അപ്പോൾ അത് കേട്ടൊന്നും ബന്ധമില്ല. പിന്നെ പറമ്പുകളൊക്കെ ഉണ്ടെങ്കിൽ ഇവയൊക്കെ സ്വാഭാവികമാണ്, നമ്മൾ എത്ര നീറ്റായിട്ട് സൂക്ഷിച്ചാലും അവർ വരും, വരാതിരിക്കത്തില്ല. ഫുഡ് തരും. കോഴിയെ പിടിക്കാനൊന്നും വന്നതാവാൻ സാധ്യതയില്ല. അവർ, എനിക്ക് തോന്നുന്നത് ഈ ഇതിലെ വീടുകളല്ലേ, എലി ധാരാളം ഉണ്ടാവും. അപ്പോൾ ഇത് സത്യം പറഞ്ഞാൽ വല ഇട്ട് കോഴിയൊക്കെ രക്ഷിക്കാൻ അവിടെ നിന്നുന്നുണ്ട്. പക്ഷേ ആ സമയത്തൊക്കെ ഇവർ വന്ന് കുരുങ്ങി കഴിഞ്ഞാൽ ഇവരുടെ കാര്യം അതോ ഗതി. ഇന്നലെ ഒരിടത്ത് ചെന്നപ്പോൾ ചേര വലയിൽ കുരുങ്ങി അഴുകി കിടക്കുന്നു, അവർ കണ്ടില്ല. വെല്ലടിച്ചിട്ട് എവിടെയാണെന്ന് പറഞ്ഞപ്പോൾ അല്ല വലയിൽ തൂങ്ങിക്കിടക്കും. പിന്നെ ഇവൻ്റെ ഒരു പ്രത്യേകിച്ച് മുട്ട. ഇന്നലെ ഞാൻ പോത്താൻകൂടെ ഒരു വീട്ടിൽ ചെറിയൊരു മൂർഖൻ, പക്ഷെ അദ്ദേഹം ചെന്ന് 2 മുട്ട കോഴിക്കുട്ടിൽ നിന്ന് അടിച്ചിട്ട് വിശാലമായിട്ട് കോഴിക്കുട്ടിനകത്ത് തന്നെ ഇരിക്കണം. അപ്പോൾ മിക്ക കോഴിമുട്ട തിന്നാൻ വന്നതാവാം, പക്ഷേ വേറൊരു പ്രത്യേകമുള്ളതെന്ന് പറയുമ്പോൾ കോഴിമുട്ട തിന്നാനായിട്ട് വരുന്ന സമയത്ത് കോഴി അടുത്ത് കിട്ടിക്കഴിഞ്ഞാൽ അറിയില്ല, ചൂട് കൊണ്ട് പെട്ടെന്ന് കടിച്ചു പോകും പേടിച്ചിട്ട്. ചിലപ്പോൾ അടയിരിക്കുമ്പോൾ തള്ളക്കോഴിയെ കടിച്ച് കൊന്നിട്ട് മുട്ടയടിക്കാൻ നമ്മൾ ഒരുപാട് കാണാൻ പറ്റിയിട്ടുണ്ട് നമുക്ക്. കുരുക്കലെന്ന് പറഞ്ഞാൽ നന്നായിട്ട് കുരുക്കുന്നുണ്ട്, പക്ഷേ അത് കുരുക്കൽ ദേഹത്തല്ല, തലയിലാണ്. തലയിൽ മാത്രം കുരുങ്ങി. ഇങ്ങനെ എടുക്കുമ്പോൾ ഒരു കുഴപ്പമെന്നറിയാം, പെട്ടെന്ന് കടിക്കും, കടി പെട്ടെന്നായിരിക്കും. കാരണം അതിന് വീഴുമ്പോൾ തന്നെ വായി തുറന്നാണ് പുറത്തേക്ക് വരുന്നത്. ആ സമയത്തിൽ പല്ലും പുറത്തിരിക്കും. അപ്പോൾ നോക്കി എടുത്തില്ലെങ്കിൽ
ആ കപ്പിൽ ലേശം വെള്ളം ഇങ്ങനെ വേണ്ട, ആ കപ്പിൽ ചെറിയ കപ്പിൽ കുറച്ച് വെള്ളം, വേറെ ഒന്നും കൊണ്ടാകും. ഇത്രയും നേരം കുരുങ്ങിയാണ് നല്ലതായിട്ട് സ്ട്രെയിൻ ചെയ്തുകൊണ്ട് നല്ല ചൂടുള്ള സമയം ഒന്നുമില്ല. നമുക്കിവിടെ മഴയില്ല. അതിലുപരി ഈ വലയിൽ കുരുങ്ങി കിടക്കുമ്പോൾ തന്നെ അതിന് നല്ല അറിയാമല്ലോ. നമുക്കിത് വേറെ അപകടമൊന്നും ഉണ്ടായിട്ടില്ല, പ്രശ്നങ്ങളൊന്നുമില്ല. കാരണം ഞാൻ വരെ നല്ല കുരുക്കില്ല, കഴുത്തിനൂടെ മാത്രം ആ ഗ്ലാൻഡ് കണ്ടില്ല. നമുക്ക് ആ ഗ്ലാൻഡ് എന്ന് പറയുമ്പോൾ അറിയില്ല, നമ്മുടെ ഈ പാമ്പുകളുടെ കണ്ണിൻ്റെ പുറകിൽ ആ വീർത്തിരിക്കുന്നുണ്ട്, ആ ഗ്ലാൻഡിലാണ് കലങ്ങിയത്. ആ ഗ്ലാൻഡ് കലങ്ങിയിട്ട് വനത്തിന് ചെറിയൊരു അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒരു ചലനമോ അല്ലെങ്കിൽ പുറത്തേക്ക് പല്ലിൽ കൂടി വായി തുറന്ന് താഴത്തെ താടി ഇങ്ങനെ തുറന്നിരിക്കുന്നുണ്ടല്ലോ. അപ്പോൾ എനിക്ക് തോന്നുന്നു മിക്കവാറും ഗ്ലാൻഡിലുള്ള വനം ഒരു 20% പുറത്തേക്ക് പോയിക്കണം. ഫുള്ളായിട്ട് പോയിട്ടില്ല, ഒരു 20% പുറത്തേക്കുണ്ട്. വല വായിക്കാത്ത വലയെടുത്ത സമയത്ത് നമ്മളറിയാമല്ലോ, പാമ്പിൻ്റെ വനം നമ്മൾ കയ്യിലെടുത്ത് ഇങ്ങനെ ആക്കുമ്പോൾ നമ്മുടെ പതഞ്ഞു വരും, ഹൈ പ്രോട്ടീൻ ഇങ്ങനെ പതഞ്ഞു വരുമ്പോൾ ആ വലയിലൊക്കെ നന്നായിട്ട് പതിഞ്ഞിട്ടുണ്ടായിരുന്നു, നല്ലതായിട്ട് ഒട്ടുന്നുണ്ടായിരുന്നു. അപ്പോൾ വനം കുറേയൊക്കെ പോയിട്ടുണ്ട് എന്ന് പറഞ്ഞ് കടിച്ചാൽ അപകടം ഇല്ലെന്നുള്ളതല്ല, നല്ല അപകടം തന്നെയാണ്. എന്തായാലും ഇവിടെ അമ്മ പറയുന്നുണ്ടായിരുന്നു ഈ പാമ്പ് ഇവിടെ അധികം കാണാൻ ഇവിടെ ചേര ധാരാളം വന്ന് കുരുങ്ങാറുണ്ടെന്ന് പറഞ്ഞു. പക്ഷേ നമ്മുടെ നാട്ടിൽ കോഴിയൊക്കെ വളർത്തുന്ന സ്ഥലത്ത് ഒരുപാട് അതിഥികൾ, ചേര പാമ്പ് മാത്രമല്ല പെരുമ്പാമ്പ്. ഈ അടുത്ത കാലത്ത് ഇന്നലെ രാത്രി തന്നെ പെരുമ്പാമ്പിനെ റോഡിൽ കൂടെ പോയ ഒരു പെരുമ്പാമ്പ് റോഡ് ക്രോസ് ചെയ്യുമ്പോൾ അവിടുത്തെ വാർഡ് മെമ്പർ വാലി തൂക്കി സൈഡിലോട്ട് വയ്ക്കുന്നതിന് കടി കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇന്നലെ നിർഭാഗ്യം എന്നിട്ട് നമ്മുടെ കണ്ണൂർ ജില്ലയിൽ നമ്മുടെ പ്രിയപ്പെട്ടൊരു അമ്മ പാമ്പിൻ്റെ കടിയേറ്റ്, അത് മലബാർ ഹംബിനോസർ പിറ്റ് വൈപ്പർ എന്നറിയപ്പെടുന്ന പാമ്പിൻ്റെ കടിയേറ്റ് മരണപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ തന്നെ കോഴിക്കോട് ജില്ലയിൽ ഒരു 29 വയസ്സായ ഒരു ചെറുപ്പക്കാരൻ ഷാജി എന്ന മറ്റാണ് പേര് പറഞ്ഞത്, ഞാൻ മറന്നതാണ്. കടിയേറ്റ് അണലിലൂടെയൊക്കെ നടന്നു വരുമ്പോൾ അണലിലൂടെ കടിയേറ്റ് കാല് കുടഞ്ഞു വിട്ടു, അത് കാലൊക്കെ നീര് വെച്ച് ഇപ്പോൾ യൂറിൻ പോകുന്നില്ല, 2 ഡയാലിസിസ് സീരിയസ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് അഡ്രസ്സ് അയച്ചിട്ടുണ്ട്, ഞാൻ ഹോസ്പിറ്റലോട്ട് ബന്ധപ്പെടേണ്ടതുണ്ട് എനിക്ക്. അപ്പോൾ ഒരുപാട് പാമ്പുകടിയുടെ എണ്ണം കൂടുന്നു, പാമ്പിൻ്റെ എണ്ണം കൂടുന്നു. അപ്പോൾ നമ്മൾ ഇന്നിപ്പോൾ തന്നെ ഇവിടുത്തെ വീട്ടുകാർ ചേട്ടൻ ആരുടെ പറഞ്ഞു പാമ്പിനെ കണ്ടപ്പോൾ ഇങ്ങനെ അടുത്ത് റോഡിൽ കൂടെ പോയിരുന്നതിന് പാമ്പെന്ന് പറഞ്ഞ സമയത്ത് റോഡിൽ കൂടെ പോയി ഇത് ചേരയാണെന്ന് പറഞ്ഞ് ഒന്ന് വല വെട്ടിവിടാം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. പക്ഷേ ശുദ്ധ മണ്ടത്തിലാണ്. അറിഞ്ഞാത്ത ആൾക്കാർ ഒരു കാരണവശാലും വിളിച്ച് നിങ്ങൾ എന്തെങ്കിലും ചെയ്ത് എന്തെങ്കിലും അപകടം പറ്റിയാൽ നിങ്ങൾ തന്നെ ഇതിൻ്റെ പിറകെ പോകും. പാമ്പിനെക്കുറിച്ച് അറിയാമെന്നുള്ള ആൾക്കാരെ ആരെങ്കിലും വിളിച്ച് മാത്രമേ ഇതിനെയൊക്കെ കൺഫേം ചെയ്യാൻ പാടുള്ളൂ. അത് ഓർക്കണം എപ്പോഴും. ഇപ്പോൾ ആ ചേരയെന്ന് പറഞ്ഞ് അവർ ഇന്ന് പിടിച്ചിരുന്നുവെങ്കിൽ കൃത്യമായിട്ട് അറിയില്ല ചെന്ന് കടിയും അങ്ങനെ ഒരുപാട് പേർക്ക് കടി കിട്ടുന്നുണ്ട്. അതൊന്നും വെളിയിൽ വാർത്ത വരുന്നില്ല. കാരണം ചെന്ന് മണ്ടത്തരങ്ങൾ കൊണ്ട് ചെന്ന് കാണിച്ചിട്ട് ചേരയാണെന്ന് തെറ്റിദ്ധരിച്ച് മുറുക്കൻ പാമ്പിനെ പോയി പിടിച്ച് കടി കിട്ടുന്ന സംഭവമുണ്ട്. എന്നാലും പെരുമ്പാമ്പെന്നും പറഞ്ഞ് അണലിയെ പോയി പിടിച്ച് ചാക്കിലാക്കിയ അനുഭവങ്ങളുണ്ട്. ഇതിപ്പോൾ നമുക്കറിയാം ഇത് വേറെ അപകടങ്ങളുള്ളത് അദ്ദേഹത്തിന് പറ്റിയിട്ടുള്ളത് ഇവിടെ മാത്രം വേണ്ട, ഇവിടെ മാത്രം ചെറുതായിട്ട് നന്നായിട്ട് കുരുങ്ങിയിട്ട് വല തൂങ്ങിക്കിടന്ന വല ആയതുകൊണ്ടാണ് ഇങ്ങനെ കഴുത്തിൽ കുരുക്കണം, അല്ലെങ്കിൽ അത് ബാക്കി ഉടലിലോട്ടൊക്കെ കുരുക്ക് വീണ് പോയേനെ. പക്ഷെ അത് ഉണ്ടായില്ല. ഇതിപ്പം ആ തൂങ്ങി ഇങ്ങനെ കിടന്നുകൊണ്ടാണ് അങ്ങനെ അടിയത്. പക്ഷേ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കോഴിയൊക്കെയുള്ള സമയത്ത് നമ്മൾ കോഴിയൊക്കെ വളർന്നത് വലയിടുമ്പോൾ എന്നും രാവിലെ വലയൊന്ന് ചെക്ക് ചെയ്യുന്നതല്ല. പിന്നെ ഈ വീട്ടിലുള്ളവരോട് എനിക്കൊരു കാര്യം പറയാനുള്ളത്, നല്ല മണ്ണാണ്. ഈ മണ്ണിൽ എന്തെങ്കിലും ജീവി ഇഴഞ്ഞു പോയി കഴിഞ്ഞാൽ അപ്പോൾ തന്നെ പാടുണ്ടെന്നാണ്. ഇപ്പം ഞാൻ അതിലെ നടന്ന സമയത്ത് വന്നിട്ട് ഞാൻ വെറുതെ ഒന്ന് ഇത് ഏതിലേ വന്നെന്നറിയാൻ വേണ്ടി നടന്ന സമയത്ത് ആ മതിലിനോട് ചേർന്ന് മണ്ണിൽ ഇഴഞ്ഞ പാട് നന്നായിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ രാവിലെയൊക്കെ മുറ്റോടിക്കുന്നതിന് മുന്നേയൊക്കെ അമ്മമാരോ സൗകര്യമാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പതുക്കെ ഒന്ന് എണീറ്റ് മതിലിൻ്റെ സൈഡിൽ കൂടെയൊക്കെ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ, പറമ്പിലൊക്കെ വീടിൻ്റെ സൈഡിലൊക്കെ ഒന്ന് ചെവരി കൂടെയൊക്കെ നോക്കിയാൽ ചെവറിൻ്റെ സൈഡിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഏതെങ്കിലും ജീവികൾ പാമ്പതിൽ ഇഴഞ്ഞ് പോയിട്ടുണ്ട് നമുക്ക് വ്യക്തമായിട്ട് അറിയാൻ പറ്റും. അതിന് മണലിൻ്റെ അംശം ചെറിയൻകിഴി പെരുങ്കുഴി അഞ്ചുതെങ്ങ് ഈ ഭാഗത്തൊക്കെ മണലിൻ്റെ അംശം മണ്ണിലുള്ളതുകൊണ്ട് ഇവയൊക്കെ ഇഴഞ്ഞ് പോയി നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ ഇതൊക്കെ ഒന്ന് നോക്കുന്നത് നല്ലതാണ്. പിന്നെ അറിയാമല്ലോ, നമ്മുടെ വീട്ടിലൊക്കെ നമ്മൾ വിറവൊക്കെ സാധനം കൂട്ടി വെക്കാറുണ്ട്. വിറവൊക്കെ വെക്കുന്ന സമയത്ത് അതിൻ്റെ ഇടയിലൊക്കെ വന്നിരിക്കാം. അപ്പോൾ ഇരിക്കുന്ന സമയത്തൊക്കെ നമുക്ക് എന്താ പറയുക, വിറവൊക്കെ ഒത്തിരി സ്ഥലത്തൊക്കെ ഇരിക്കുന്നതുകൊണ്ട് ചിലപ്പോൾ നമ്മൾ 1 വർഷമോ 2 വർഷമൊക്കെ വിറവൊക്കെ നമ്മൾ അടുക്കി വെക്കാറുണ്ട്. ഗ്രാമങ്ങളിൽ അങ്ങനെ പ്രത്യേകത, ഇത് ഗ്രാമമാണ്, അപ്പോൾ ഒരുപാട് വിറവ് കിട്ടുന്നൊരു സ്ഥലമാണ്. അപ്പോൾ അവിടെയൊക്കെ വന്നിരുന്ന് കഴിഞ്ഞാൽ ഇവൻ ഈ കോഴിമുട്ടയൊക്കെ അടിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ 5-6 കോഴിമുട്ട കഴിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരാഴ്ച 2 ആഴ്ച ഒന്നും വേണ്ട, 2 ആഴ്ച വിറവിൻ്റെ ഇടയിൽ ഇരുന്നിട്ട് അടുത്ത മോഷണമൊക്കെ പാസ് ചെയ്തതിന് ശേഷം പുറത്തേക്ക് ഇറങ്ങി അടുത്ത പണിക്ക് പോകുമ്പോഴേക്കും ചിലപ്പോൾ നമ്മൾ കാണുകയില്ല. നമ്മൾ അറിയാതെ പോയി ചവിട്ടുകയൊക്കെ ചെയ്യുമ്പോൾ അപകടം ഉണ്ടാകും. ഒരു കാരണവശാലും അങ്ങനെയൊന്നും പറ്റാതിരിക്കട്ടെ. എന്നാൽ ചെറിയൻകിഴി പെരുങ്കുഴിയെ സംബന്ധിച്ച് ഇവിടെയൊന്നും പാമ്പില്ലാത്തൊരു സ്ഥലമൊന്നുമല്ല. ഒരുപാട് മുറുക്കനും അണലിയൊക്കെ ശങ്കുരനൊക്കെ എനിക്ക് കിട്ടിയിട്ടുള്ള സ്ഥലം തന്നെയാണ്, ഒരുപാട് കിട്ടിയിട്ടുള്ള സ്ഥലം തന്നെയാണ്. അതുമാത്രമല്ല വേറെ പ്രത്യേക കടികളും
ഈ അടുത്ത അറിയില്ല, തൊട്ടപ്പുറത്ത് ഒരു 1.5 കിലോമീറ്റർ 2 കിലോമീറ്റർ അപ്പുറത്താണ് അഴൂർ മോന് പാമ്പടിയിട്ട് മരണപ്പെട്ടത്. അതിൻ്റെ തൊട്ടടുത്ത് തന്നെ വേറെ ഇത് ഈ അടുത്ത 3 ദിവസങ്ങൾക്ക് മുന്നേ കടി കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് മൂർഖൻ എന്നൊക്കെയാണ് പറഞ്ഞത്. പക്ഷേ മൂർഖനല്ലായിരുന്നു, അത് വെനമില്ലാത്ത നീർക്കോലിയുടെ കടിയായിരുന്നു. അതുകൊണ്ട് വലിയ പ്രശ്നങ്ങളില്ലാതെ പോയി, വാർത്തകളൊന്നും ആവാതെ പോയി. അപ്പോൾ ഇതൊക്കെ പാമ്പ് എന്തായാലും അപൂർവമൊന്നുമല്ല. ഇത് ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട്. ഇത് ഗ്രാമമാണ്. അപ്പോൾ പരമാവധി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ പറ്റുമെങ്കിൽ വീട്ടിൻ്റെ സൈഡുകളിൽ ഇതുപോലെ നല്ല കോമ്പൗണ്ടാണ്, വെളിയിൽ നിന്ന് വരാനേ സാധ്യതയുള്ളൂ. അങ്ങനെ വരുമ്പോൾ കോഴിക്കോട്ടിലല്ല, ആ വീട്ടിൻ്റെ സൈഡുകളിൽ 2 എൻട്രൻസ് ഉണ്ടെങ്കിൽ ആ എൻട്രൻസിൽ നല്ലതായിട്ട് കുറ്റി അടിച്ചിട്ട് അതിൽ വല വിരിച്ചു കഴിഞ്ഞാൽ എന്ത് സാധനം വന്നാലും, ചേര വന്നാലും മൂർഖൻ വന്നാലും ഒക്കെ ആ വലയിൽ കുരുങ്ങും. അപ്പോൾ മനഃപൂർവ്വം കുരുക്കാൻ വേണ്ടി പറയില്ല. ഇപ്പോൾ ഞാൻ വന്നത് നല്ലൊരു കുഞ്ഞുമാവുള്ള വീടാണ്, വേറെയും മക്കളുള്ള വീടാണ്. അപ്പോൾ കുട്ടികൾ ചിലപ്പോൾ ശ്രദ്ധിക്കണമെന്നില്ല. അപ്പോൾ കുട്ടികൾക്കൊക്കെ ചിലപ്പോൾ അത് കാണാതൊക്കെ പോയി തട്ടുകയും മുട്ടുകയൊക്കെ ചെയ്തതിന് അപകടമല്ല. അപ്പോൾ അതുകൊണ്ട് ആ വല അങ്ങനെ ഇടുന്നത് നല്ലതാണ്. പക്ഷെ അമ്മ പറയുന്നത് ഇതിന് മുന്നേ ഇവിടെ ഒരു മൂർഖൻ അതിഥി അണലി അതിൽ നിന്ന് കണ്ടിട്ടില്ല. ചേര മാത്രം സ്ഥിരം വന്ന് വലയിൽ കുരുങ്ങുന്നുണ്ടെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ ചേര മാത്രമല്ല, ചിലപ്പോൾ എല്ലാവരും കാണും, നമ്മൾ കാണാത്തതുകൊണ്ടാണ്. അവർ വന്ന് അവരുടെ ഫുഡ് തേടി അവർ മടങ്ങി പോകുന്നു. അപ്പോൾ നമുക്ക് എന്തായാലും നമുക്കറിയാമല്ലോ, ഇത് എഴഞ്ഞ് പോയി കാണുമ്പോൾ തന്നെ പെട്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്ക് അറിയാൻ പറ്റും. ചിലപ്പോൾ ഇത് പെട്ടെന്നായിരിക്കും പോയി, ആൾ കണ്ട് പെട്ടെന്നായിരിക്കും പോയി എഴഞ്ഞ് മാറിപ്പോകുന്നു. അപ്പോൾ നമുക്കിത് അവൻ്റെ ഇഷ്ടത്തിന് അവൻ എങ്ങോട്ട് എഴഞ്ഞ് പോകുന്നു നോക്കാം. ഇത് നോക്കി എഴഞ്ഞ പാട് കണ്ടോ. ഇതാണ് ഞാൻ പറഞ്ഞത്, മണ്ണിൽ എഴഞ്ഞ പാട്. നമുക്കറിയാം ഇന്നലെ രാത്രിയോ മറ്റേ അത് എഴഞ്ഞതാണ്ട. ഇതാ നോക്കി, ഇതിലേക്ക് എഴഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിലൊക്കെ കറങ്ങി ഫുഡ് തേടി വന്നതാണ്. ഇതിൽ എഴഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കിയാൽ അവിടെ എഴഞ്ഞിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ എഴഞ്ഞു വന്നതാണ്. ഇവിടെ നിന്ന് എഴഞ്ഞു വന്ന് ഇതിനകത്ത് ഇവിടെ ഒരു മാളമുണ്ട് കണ്ടോ. ഇതിനകത്തൊരു മാളമുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും അതേ ഇതിനകത്ത് തന്നെ കയറി കാണിക്കാം. 2-3 തേങ്ങ ഇടുന്നാലും മതി, അവനെ ഒളിച്ചിരിക്കാൻ പറ്റും. നമ്മൾ ഒരിക്കലും ശ്രദ്ധിക്കത്തില്ല കണ്ടോ. നല്ല അടിപൊളിയായിട്ട് ഒളിച്ച് നോക്കിയേ. ഇനിയിപ്പോൾ ഇതിൻ്റെ ഇടയിൽ കൂടെ പോയാലും നമ്മൾ കാണത്തില്ല ഉണ്ടോ. അപ്പോൾ അവനെ ഒളിക്കാനായിട്ട് ഇന്ന സ്ഥലം തന്നെ വേണമെന്നില്ല. നോക്കി കണ്ടോ, ഇതാ നോക്കി ഒരു പ്രാവശ്യം തെറ്റി അവൻ്റെ കണ്ടോ അതിനിടയിൽ കയറി. അമ്മ തേങ്ങ വാങ്ങിയിട്ട് ഇനിയിപ്പോൾ ഈ തേങ്ങയൊന്നും ഉപയോഗിക്കാൻ പറ്റില്ല, ഇതെല്ലാം കളയണം. അമ്മ ഇന്ന് വീട്ടിൽ അരയ്ക്കാൻ തേങ്ങയില്ലെന്ന് കുറേ ദിവസം പറയുന്നുണ്ടായിരുന്നു. അവൻ്റെ യാത്ര കണ്ടോ. ഒരു തേങ്ങ ഇതിൻ്റെ ഇടയിൽ കൂടെ ആരെ കാണാൻ പോകണം കണ്ടോ. ഇതാ നോക്കി തൊണ്ട്. ഇപ്പോൾ ഇതിപ്പോൾ തേങ്ങ വന്നെടുത്ത് അമ്മ വന്ന് പെട്ടെന്ന് ഒരു 2-3 തേങ്ങ പെട്ടെന്ന് എടുത്തു കഴിഞ്ഞാൽ അതാ പോകണം. പിന്നെ ഏറ്റവും കൂടുതൽ നമുക്ക് പ്രായമുള്ള അമ്മമാർക്ക് അടുത്ത ആളത് തിരുവല്ലയിൽ കടിയേറ്റ് മരണപ്പെട്ടതുൾപ്പെടെ അമ്മമാർ രാവിലെ വിറവൊക്കെ ശേഖരിച്ച് വെച്ചിട്ട് വിറവ് ഇങ്ങനെ എന്തെങ്കിലും ഇട്ട് മൂടിയിട്ടിട്ട് ഒരു അടപ്പ് ഇങ്ങനെ പൊക്കിയിട്ട് ആവശ്യത്തിന് വിറവിങ്ങി എടുക്കും. അറിയത്തില്ല ബാക്കി അവിടെ തന്നെ. അപ്പോൾ ഇങ്ങനെ മൂടി വെക്കുന്നത് ഒരു കാരണവശാലും വേനൽ സമയത്ത് വിറവ് വാരിയിട്ട് ടാർപ്പാളം പോലത്തെ സാധനമായിട്ട് മൂടി വെക്കരുത്. മൂടി വെക്കുമ്പോൾ വെയിലും കാറ്റൊന്നും അടിക്കാത്തതുകൊണ്ട് അവൻ്റെ ഷെൽട്ടറാണത്, അവിടെ വന്നിരിക്കും. അപ്പോൾ നമ്മൾ അറിയാതെ ചെന്ന് എടുക്കുമ്പോൾ കടി വാങ്ങിക്കും, അപകടമുണ്ട്. അങ്ങനെ ഇപ്പോൾ തേങ്ങ ഇങ്ങനെ ഇരുന്നു കണ്ടില്ല, പെട്ടെന്ന് നിന്ന് എടുക്കും, കടി വാങ്ങും. വിറവ് അതുപോലെ തൊണ്ട് ഇങ്ങനെ കമിഴ്ത്തി വെക്കും. അപ്പോൾ ഇതിനകത്തൊക്കെ അണലിയൊക്കെ വന്ന് ഇരിക്കാൻ സാധ്യതയാണ്. അറിയില്ല, അണലിയുടെ പ്രസവം കഴിഞ്ഞ് ഇനി കുഞ്ഞുങ്ങൾ യാത്ര ചെയ്യുന്ന സമയമാണ്, ഡെലിവറി കഴിഞ്ഞു. അപ്പോൾ അത് അപകടമാണ്. ഇത് നോക്കിയോ, ഇത് കണ്ടില്ലേ, വേണ്ട നല്ല തേങ്ങയുടെ തന്നെ കളർ നോക്കിയേ. പെട്ടെന്ന് ഈ തേങ്ങയുടെ കളർ കണ്ടോ, പെട്ടെന്ന് അറിയത്തില്ല കണ്ടോ. തേങ്ങയുടെ അതേ കളർ കണ്ടോ, പെട്ടെന്ന് നമ്മൾ ശ്രദ്ധിച്ചാൽ ഇതാ ഈ തേങ്ങയുടെ ഇതേ കളർ കണ്ടോ, നോക്കിയപ്പോൾ അറിയത്തില്ല. ഇത് കണ്ടോ ഉദ്ദേശം 6 വയസ്സോളം പ്രായം വരുന്ന പെണ്ണതിഥി, ഫീമെയിലാണ്. ചുണ്ട് കൂർത്തിരിക്കുന്നു, കവിള് വീർത്തിരിക്കുന്നു, വാലിൻ്റെ അഗ്രം ഇങ്ങനെ ഇരിക്കുന്നു, നീളമില്ലാത്ത വാല്, ചുണ്ടുണ്ട്, ചുണ്ടിൻ്റെ ഫ്രണ്ടിൽ കൂർപ്പ് കൂടുതലാണ്. വെള്ളം നന്നായിട്ട് കുടിച്ച് കവിള് കണ്ടോ, 2 കവിള് ഇങ്ങനെ തുറന്നിരിക്കുന്നു. 2 വലയിൽ കുരുങ്ങിയിട്ട് വലയിൽ ഉടക്കിയിട്ട് താഴത്തെ പല്ലിലെല്ലാം വല അങ്ങ് കുരുങ്ങി നന്നായിട്ട് കുരുങ്ങിയിട്ടുണ്ട് താഴത്ത്. അതാണ് 2 സൈഡിൽ ചുണ്ട് കണ്ട, കീഴ്ചുണ്ട് ഇങ്ങനെ തുറന്നിരിക്കുന്നു കണ്ടോ, കീഴ്ചുണ്ട് തുറന്നിരിക്കണ്ട 2 സൈഡിലും കണ്ട. ഇനി ഇപ്പോൾ വനത്തിൻ്റെ വീര്യം കുറവായിരിക്കും, കാരണം വേണ്ട കവിള് കുറച്ച് എംറ്റി ആയിട്ടുണ്ട്, കുറച്ച് വനം പോയിട്ടുണ്ട്, കവിളിലധികം വനമില്ല എന്ന് പറഞ്ഞ് കടി കിട്ടിയാൽ അപകടം ഇല്ല എന്നുള്ളതല്ല, കടി കിട്ടിയാൽ അപകടം തന്നെയാണ്. നോക്കിയോളൂ, ഇപ്പോഴാണ് അത് എണീറ്റിരിക്കുന്നത്. ഇത്ര നേരം ഇതിന് നിൽക്കാൻ തോന്നിയില്ല കണ്ടോ. ആ മുറിവൊന്നും ഒരു എഫക്റ്റുള്ള സാധനമല്ല കണ്ടോ. ഇതൊന്നും ഈ കവിളൊന്നും ഈ കടിയൊന്നും ഈ പറ്റിയ വലയിൽ കുരുങ്ങിയതൊന്നും അദ്ദേഹത്തിന് അപകടം ഉണ്ടാകുന്നില്ല, അതിന് ജീവൻ അപകടമൊന്നും ഉണ്ടാകുന്നില്ല. അപ്പോൾ നമ്മൾ ഇതൊക്കെ വലയിടുമ്പോൾ നിങ്ങൾ എപ്പോഴും രാവിലെ വലയിടുന്ന സമയത്ത് ശ്രദ്ധിക്കണം. അറിയാമല്ലോ, ഞാൻ ഓർമ്മിച്ചിട്ടുണ്ട് കോന്നിയിൽ ഇതുപോലെ വല കോഴി വളർത്തുന്ന സ്ഥലത്ത് കൂട്ടിനകത്ത് ഒരു പാമ്പ് കയറി മുട്ടയെടുക്കുന്ന സ്ഥിരമായപ്പോൾ കാക്ക ശല്യം വന്നപ്പോഴത്തേക്ക് അവർ മുള്ളങ്ങ് വലയിട്ടു, ഹൈറ്റിലങ്ങ് വലയിട്ടു. അപ്പോൾ രാവിലെ അവിടുത്തെ കൊച്ചുമോൻ 13 വയസ്സുള്ള മോൻ കണ്ടില്ല.
ഈ വലയുടെ മേളിൽ ഏകദേശം ഒരാളിൻ്റെ ഹൈറ്റിലൊരു പാമ്പ്, മൂർഖൻ പാമ്പ് കുരുങ്ങി. മോന് രാവിലെ മുട്ടയെടുക്കാൻ ചെന്നപ്പോൾ മോൻ്റെ കവിളിൽ കടിച്ച് മോൻ മരണ അവസ്ഥയിലെത്തിയതാണ്. വളരെ സീരിയസ് ആയിരുന്നു. കവിളിലാണ് കടി കിട്ടിയത്. അതുകൊണ്ട് മോനിപ്പോൾ ജീവിച്ചിരിപ്പുണ്ട്. മോൻ്റെ ഇവിടെയൊക്കെ പ്ലാസ്റ്റിക് സർജറിയൊക്കെ ചെയ്ത് മോനൊരു വല്ലാത്ത വികൃത രൂപമായിരുന്നു. ഒരു കാരണവശാലും വലയിടുമ്പോൾ രാവിലെ നേരെ ചെന്ന് വലയിൽ കയറി കൊടുക്കരുത്. ഒന്ന് ചെയ്യണം, എന്തെങ്കിലും കുരുങ്ങിയിട്ടുണ്ടോ, എന്തെങ്കിലും ജീവികളുണ്ടോ എന്ന് നോക്കിയിട്ട് മാത്രമേ കയറാൻ പാടുള്ളൂ. അതുപോലെ ഇന്നലെ പോത്തൻകോട്, അയിരൂപ്പാറയ്ക്ക് അടുത്ത്, പോത്തൻകോടിനടുത്ത് അയിരൂപ്പാറ എന്ന് പറഞ്ഞ സ്ഥലത്ത് കോഴിക്കോടിനകത്ത് മുട്ട എടുക്കാണ്ട് കൈയിട്ട സമയത്ത് മുട്ട കാണുന്നില്ല. മുട്ട വിഴുങ്ങിയിട്ട് ഒരു ചെറിയ മുറുക്കാണെങ്കിൽ പോലും ഒരു മീറ്ററോളം നീളമുള്ള മുറുക്ക് 2 മുട്ട വിഴുങ്ങിയിട്ട് സൈഡിൽ പാമ്പ് പതുങ്ങിയിരിക്കുകയായിരുന്നു. അതിന് പോകാൻ പറ്റില്ല. ചെറിയ കണ്ണയുണ്ട്, കണ്ണറയ്ക്ക് അകത്തോട്ട്. പക്ഷേ മുട്ട വിഴുങ്ങിയപ്പോൾ അതിന് പുറത്തേക്ക് പോകാൻ പറ്റില്ല. അപ്പോൾ പുള്ളി കൈയിട്ടു. അപ്പോൾ മുട്ട ആണ് കിട്ടും. സാറിന് മുട്ട നോക്കാതെ കൈയിട്ടിങ് എടുക്കും. സൈഡിലൊരു ചെറിയ മറയാണ്. ഇട്ടപ്പോൾ ഒന്നും കാണുന്നില്ല. അപ്പോൾ പുള്ളി വെറുതെ തല അകത്തോട്ടിട്ട് ലൈറ്റ് അടിച്ച് നോക്കിയപ്പം ഭാഗ്യം കൊണ്ട് മാത്രമാണ് അദ്ദേഹം ഇന്നലെ കടി കിട്ടാതെ പോയത്. ഭാഗ്യം കൊണ്ട് മാത്രം. പാമ്പ് മുട്ട വിഴുങ്ങിയിട്ട് തല താപ്പോട്ട് തിരിഞ്ഞിരിക്കുന്നതുകൊണ്ട് മാത്രം അദ്ദേഹത്തിന് അപകടം പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. കോഴി വളർത്തുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. കോഴിക്കൂടിനകത്ത് മുട്ട ഒരിക്കലും ചെന്ന് കൈയിട്ട് എടുക്കരുത്. നോക്കിയിട്ട് വെട്ടം അടിച്ച് നോക്കിയിട്ട് മാത്രമേ എടുക്കൂ. നമ്മുടെ സമയം നല്ലതാണെങ്കിൽ മാത്രമേ ചിലപ്പോൾ നമുക്ക് അപകടം ഉണ്ടാവാതിരിക്കുകയുള്ളൂ. ചേട്ടാ കുപ്പി ബോട്ടിലിങ്ങനെ വേണ്ട. കൂട്ടുകാരനെ നമ്മൾ ബോട്ടിലാക്കുകയാണ്. അപ്പോൾ എന്തായാലും നമ്മുടെ പ്രിയപ്പെട്ട കണ്ടല്ലോ, നമ്മുടെ മുത്തശ്ശി നമ്മൾ പരിചയപ്പെട്ടു, എല്ലാവരും പരിചയപ്പെട്ടു, കുഞ്ഞുവായെ പരിചയപ്പെട്ടു. അപ്പോൾ നമ്മുടെ കുഞ്ഞുവാവുകളുടെ വീടാണ്, പ്രായമുള്ള ആൾക്കാരുടെ വീടാണ്. അപ്പോൾ ഇവർ ഇതിനു മുന്നേ അതിഥിയെ കണ്ടിട്ടില്ല എന്ന് ഉറപ്പായിട്ട് പറയുന്നു. പുറത്തോട്ട് കാണുന്ന ഇവിടെ ചേര മാത്രമേ വരുന്നുള്ളൂ എന്ന് പറയുന്നു. നന്നായിരിക്കട്ടെ. അബദ്ധവശമാണെങ്കിൽ പോലും ഇവിടെ വന്ന് കുരുങ്ങിയില്ലെങ്കിൽ അവൻ തിരിച്ചു പോയേനെ. അപ്പോൾ എന്തായാലും വളരെ സന്തോഷമുണ്ട്. നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്തിൻ്റെ വീട്ടിൽ കോഴിയെ സംരക്ഷിക്കാനായി വിരിച്ച വലയിൽ ഒരു 6 വയസ്സിനടുത്ത് പ്രായം വരുന്ന പെൺ മൂർഖൻ അതിഥിയാണ്. അദ്ദേഹത്തെ നമ്മളൊരു കുഴപ്പം കൂടാതെ സേവ് ചെയ്തു. നമ്മുടെ എപ്പിസോഡിലെ യാത്രാവിശേഷം നമ്മുടെ പ്രേക്ഷകർക്ക്, വലയിൽ കുരുങ്ങിയ മൂർഖൻ അതിഥിയെ സംരക്ഷിച്ച അല്ലെങ്കിൽ രക്ഷിച്ച വിശേഷങ്ങൾ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. അടുത്ത എപ്പിസോഡിൽ പുതിയ അതിഥികളുമായി, പുതിയ സംഭവങ്ങളുമായി, പുതിയ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. അതുവരെ എല്ലാ സ്നേക് മാസ്റ്റർ പ്രേക്ഷകർക്കും ഞങ്ങളുടെ 2 പേരുടെയും നന്ദി. നമസ്തേ.